ഡി എ ഉണ്ടോ, ഡി ആർ ഉണ്ടോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമാണ്. എന്തായാലും ഡി എയും ഡി ആറിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഇനി മുടക്കമില്ലാതെ ഡി എയും ഡി ആറും കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിസെപ്പ് പൊളിച്ചെഴുതും. മെഡിസെപ്പ് ഇനി പഴയതുപോലെ തുടരില്ല. അതിലുള്ള എല്ലാ ആശങ്കകളും മാറ്റി അത് ഓപ്ഷണലാക്കിയാലും അത്ഭുതമില്ല. കാരണം എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് വന്നതോടുകൂടി മെഡിസെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ നഷ്ടമായിരിക്കുകയാണ്. ഇനി എന്താണ് മെഡിസെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മെഡിസെപ്പ് നിർത്തലാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അല്ലെങ്കിൽ അത് പരിഷ്കരിക്കും. പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കും. അത് പിന്നെ മറ്റേ എന്താണ് അഷ്വേർഡ് പെൻഷൻ ഉണ്ടാകില്ല. ശമ്പള പരിഷ്കരണം വളരെ താമസിയാതെ തന്നെ കൊണ്ടുവരും. അതിലും ഒരു മാറ്റവുമില്ല. അപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എന്ന് ഡി എ കൊടുക്കുമെന്ന ഡേറ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിലും കൃത്യമായി കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടിരിക്കുന്നത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരവിറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ധനകാര്യ വകുപ്പിൽ നിന്ന് വരുന്ന തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ ഉത്തരവിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മൾ വീഡിയോ ചെയ്യും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈ കമ്മിറ്റ്മെൻറ്റുകൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഡി എ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷനായാലും പിന്നെ അതുപോലെ മെഡിസെപ്പ് ആയാലും എല്ലാറ്റിലും ഒരു വ്യത്യാസം വരുന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൊരു നിശ്ചയമുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ജനങ്ങൾ ഈ ജീവനക്കാരെ ആശങ്കയിലാക്കിയിരുന്ന, സർക്കാർ ജീവനക്കാരെ ആശങ്കയിലാക്കിയിരുന്ന 4 വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. എന്തായാലും കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഡി എയും ഡി ആറും കൊടുക്കാനൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അത് എന്ന് എപ്പോൾ അത് കൃത്യമായി കൊടുക്കൂ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ കൃത്യമായി കൊടുക്കും എന്ന് പറയുന്ന സാഹചര്യത്തിൽ തുടർ ഓർഡറുകൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വന്നാൽ അതും നമ്മൾ കൊടുക്കുന്നതാണ്. എന്തായാലും ഡി എ, ഡി ആർ, മെഡിസെപ്പ്, പങ്കാളിത്ത പെൻഷൻ, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് അനുബന്ധമായ ഉത്തരവുകളും മറ്റു കാര്യങ്ങളും പുറപ്പെടുവിക്കാം.